സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആലപ്പുഴയ്ക്ക് പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ സമയം 11:10 രാത്രിയിൽ. നമ്മളിപ്പോൾ വന്നങ്ങ് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് സ്കിൻ കെയർ ഒന്ന് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു 100 വിറ്റമിൻ അതുപോലെ തന്നെ ഒരു സ്കിൻ കെയർ എല്ലാം കൂടി ഒരുമിച്ച് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലപ്പുഴയാണ് പോയത്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആലപ്പുഴയിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ വഴിപണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അപ്പോൾ നമ്മളെ വണ്ടി തന്നെ ഭയങ്കര കണ്ടീഷനാണ്, നല്ല പൊടി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. നമ്മൾ നാളെ അത് വാഷ് ചെയ്യാൻ കൊടുക്കും. അതെന്തായാലും വണ്ടിയുടെ കാര്യം പോട്ടെ. ഇപ്പം നമ്മുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയണത് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനും കൂടെ വണ്ടിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. നമ്മുടെ കാര്യം നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ പറയണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കാരണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 100 വിറ്റമിൻ അതുപോലെ തന്നെ ഫേസ് പാക്കിൻ്റെ വീഡിയോ കൂടെ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ചാറാസിൻ്റെ സാഫ്രോണിൻ്റെ ഒരു ഫേസ് വാഷാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പോയി ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് എൻ്റെ ഫേസ്. ഇനി നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ കേർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കേർഡിലേക്ക് ഞാൻ ആവശ്യത്തിന് ബേസൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അതിൻ്റെ പൊടിയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2 രൂപയുടെ കോഫി പൗഡറാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് നമുക്ക്. അപ്പോൾ ഞാനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ടാൻ പോവാനും വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഫേസിലും നെക്കിലും ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് മിച്ചം ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ടാൻ പോവാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ഇത് കുറച്ച് അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പം ഞാൻ മാത്രമല്ല ആദ്യമേ ചെയ്യുന്നത്, വേറെ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ റിസൾട്ട്. എനിക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ടാനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയുടേതും അതുപോലെ തന്നെയാണ്. ഇത്രയും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ ഒരു വൈറ്റനിങ്ങും ഒരു എന്താ പറയുക ബ്രൈറ്റനിങ്ങും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഫേസ് പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ അലോവേറ ജെല്ലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്പ് സ്ക്രബ് വെച്ചിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്തത്. ഇത് റെനോവയുടെ ചോക്ലേറ്റ് കോഫി ലിപ്പ് സ്ക്രബാണ് കേട്ടോ. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇത് വെച്ചിട്ടാണ് ഞാൻ ലിപ്പ് സ്ക്രബ് ചെയ്തത് കേട്ടോ. അപ്പം ആ ഒരു ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇത്രയും നല്ല പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ
നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ ടാൻ മാറ്റാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം വേറെ. അതായത് നമ്മൾ ഹോം റെമഡി ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ഫേസ് പാക്കിനെ പറ്റി. കാരണം ഇത് അത്യാവശ്യം വൈറലായ ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.